മുമ്പേ വീണ്ടും അറ്റമില്ലാത്ത അടിയന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കി വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വലിയ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. കഴിഞ്ഞ ആഴ്ചയിലും ദൈവജനം ആയിട്ട് നിങ്ങളുടെ മധ്യയായിരിക്കാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. വീണ്ടും ഒരു അവസരം എന്റെ ജീവിതത്തിൽ ഒരുക്കിയ ദൈവത്തിന് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ സൂസൻ ആന്റിയോടും ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ദൈവമക്കളോടും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം ഒരുമിച്ചായിരിക്കുന്ന നിമിഷം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ 10-ാം തീയതി നടന്ന മീറ്റിംഗ് ഏറെ അനുഗ്രഹമായി എന്ന് കേൾക്കുവാൻ സാധിച്ചത് അതിയായ സന്തോഷമുണ്ട്. ആന്റി എനിക്ക് അതിൻ്റെതായ കാര്യങ്ങൾ അയച്ചു തന്നെങ്കിലും പ്രാർത്ഥിപ്പാൻ തൊക്കണം. ദൈവം അടിയനെയും ഇടയാക്കി അതിനെ ഓർത്തിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. സഹോദരിമാരുടെ ഈ കൂട്ടായ്മ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുകയും അനേക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി തരികയും അതുപോലെ തന്നെ അനേക പാപത്തിൽ കിടക്കുന്നവരെ വലിച്ചെടുത്ത് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ആക്കി തീർക്കുന്നതിന് വേണ്ടി ഉള്ള ആ ദൗത്യം ഈ ദിവസങ്ങൾ ചെയ്തെടുക്കുവാൻ തക്കവണ്ണമുള്ള ദൈവിക കൃപ ഈ ദിവസങ്ങളിൽ കർത്താവ് കൂടുതലായി തന്ന് എല്ലാ സഹോദരിമാരും തങ്ങളായിരിക്കുന്ന ഇടത്ത് കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം നാം ദൈവസനിലായിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലവും ദൈവമേ എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥനയോടെ നാം ആയിരിക്കുമെങ്കിൽ നമ്മോട് വാസ്തവമായി സംസാരിക്കുന്ന ദൈവം നമ്മുടെ അരികിലുണ്ട്. നാം വ്യത്യസ്ത ഇടങ്ങളിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളുടെ നടുവിലായിരിക്കുമെങ്കിൽ തന്നെയും നമ്മെ നല്ലവണ്ണം അറിയുന്നവനായ ഒരു ദൈവം ഇന്ന് ഈ വൈകസമയം നാം ആയിരിക്കുന്ന ഇടത്ത് ഇറങ്ങി ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുക. നാം സേവിക്കുന്ന ദൈവം നിസ്സാരനായ ഒരു ദൈവമല്ല. മറ്റുള്ളവർ ആരാധിക്കുന്ന പോലെ അല്ലെങ്കിൽ കണ്ണുണ്ടെങ്കിൽ കാണാത്തൊരു ദൈവത്തെ അല്ല, ചെവിയുണ്ടെങ്കിൽ കേൾക്കാത്തൊരു ദൈവത്തെ അല്ല, വായുണ്ടെങ്കിൽ സംസാരിക്കാത്തൊരു ദൈവത്തെ അല്ല, അല്ലെങ്കിൽ കൈകാലുകൾ ഉണ്ടെങ്കിലും അതൊന്നും ചലിപ്പിക്കാതിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. നാം എവിടെ നമ്മുടെ സാഹചര്യത്തിന്റെ നടുവിൽ മുട്ടുമടക്കുന്നുവോ അവിടെ വാസ്തവമായി ഇറങ്ങി വരുന്ന ജീവനുള്ള ദൈവത്തിന്റെ മുമ്പാകെയാണ് നമ്മൾ ഇന്ന് വൈകിയ അങ്ങനെയെങ്കിൽ നമ്മെ മറ്റുള്ളവർ ആരും അറിയുന്നില്ല എങ്കിൽ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യം നമുക്ക് ഒരിക്കലും അനുയോജ്യമല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അതിനകത്തളങ്ങളിൽ ഒരു വലിയ ദൈവ പ്രവർത്തിക്കായി ദൈവാത്മാവ് ചിലത് കരുതി വച്ചിട്ടുണ്ട്. ഇന്ന് രാത്രികാലം ആ കർത്താവിന്റെ നിറവിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുക. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാൽ വാസ്തവമായി ഇറങ്ങി വരുന്ന ദൈവം നാം ആയിരിക്കുന്ന ഇടത്ത് ഇന്ന് രാത്രികാലം ഇറങ്ങി വന്ന് ചില നുഖത്തിന്റെ അമിക്കയറുകളെ അഴിച്ച് ചില ബന്ധനത്തിൽ ഇരിക്കുന്നവരെ സ്വാതന്ത്ര്യമാക്കി രോഗികളായിരിക്കുന്നവരുടെ മേൽ സൗഖ്യം അയച്ച് കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ആ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് അല്പസമയം നമുക്ക് ദൈവസ്ഥനിലായിരിക്കാം. ഏവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 14-ാം വാക്യം ഞാൻ തന്നെ നിങ്ങൾക്കായി വായിക്കുന്നു. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, എന്നാൽ നീയും നിന്റെ പ്രതിഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവ്, ഇന്ന് വൈകിയ സമയം സിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് ആയി ഞങ്ങൾ കൂടി വരുന്ന കർത്താവ്, അങ്ങ് വാസ്തവമായി ഞങ്ങളോട് ഇടപെടുമാറാകണം. അങ്ങയുടെ വചനം ഒരു തീയായി കേൾക്കുന്ന ജനത്തെ വിറകാക്കി ദൈവാത്മാവ് മാറ്റുമാറാകണം. തീ ചെന്ന് വിറകിൽ പതിക്കുമ്പോൾ കർത്താവ് ഒരു തീ കത്തുന്നതിന്റെ ഒരു അനുഭവം ഉണ്ടാകുന്നത് പോലെ ഇന്ന് വൈകിയ സമയത്ത് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിനകത്തളങ്ങളിൽ കർത്താവ് അനുഭവിക്കുന്ന നീറുന്ന വിഷയങ്ങളുടെ അകത്തളങ്ങളിൽ ഒരു തീ കത്തുന്ന ഒരു ആത്മീയ ശുശ്രൂഷ ഞങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്ന കർത്താവ് അതിയോടെന്ന പരിശുദ്ധാത്മാവ് സഹായിക്ക്, കൃപയിൽ മറയ്ക്കോ, യേശുവിൻ നാമത്തിന്റെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഏവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്കായി വായിച്ചത്. വിവിധ ദൈവദാസന്മാരിലൂടെ ഇതിനകത്തിരിക്കുന്ന പല സഹോദരിമാരും വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന്റെ വചനം പറയുവാനൊക്കെ ഈ വാക്യം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് തന്ന ആ ഒരു ഭാഗം മാത്രം നിങ്ങളോട് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന 2 പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകവും എസ്തേറിന്റെ പുസ്തകം എന്ന് പറയുന്നത്. ഈ എസ്തേറിന്റെ പുസ്തകത്തിനകത്ത് നാം നോക്കുകയാണെങ്കിൽ അല്പം ഒത്തിരി വലിയ അധ്യായങ്ങളൊന്നും ഇല്ല എങ്കിലും കുറച്ച് അധ്യായം മാത്രമാണെങ്കിലും അതിനകത്ത് ദൈവം ചെയ്ത ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ എസ്തേർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ രീതിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രം
കഥാപാത്രമല്ല, ഏറ്റവും താഴേക്കിടയിൽ നിന്ന് കർത്താവിനാൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ദൗത്യം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് ഒരിടത്ത് നിന്ന് ഉയർത്തിക്കൊണ്ട് ഒരിടത്തേക്ക് ഇരുത്തിയ ഒരു സ്ത്രീ കഥാപാത്രമാണ് എസ്തർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതും നമ്മുടെ ജീവിതമായി ഒന്ന് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ, പാപത്തിനും ശാപത്തിനും അടിമപ്പെട്ട നമ്മെ, ഈ ലോകത്തിന്റെ സ്നേഹങ്ങൾക്ക് ഇമ്പങ്ങൾക്ക് വഴിതേടി നിന്ന നമ്മെ അതിൽ നിന്ന് പൊക്കിയെടുത്ത് നിത്യരാജ്യത്തിന്റെ അവകാശികളായി തീർത്തുവെങ്കിൽ അതിന്റെ പിന്നിൽ കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്ന് നമ്മുടെ ജീവിതത്തിൽ തീരുമോ അന്ന് നമുക്ക് ഈ ലോകവാസം വെടിയേണ്ടി വരും. ഈ ലോകവാസം അവസാനിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ വിലേറിയ ഒരു ദൗത്യമുണ്ട്. ഇതുവരെ നാം ആ ദൗത്യത്തിൽ എത്തിച്ചേർന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ആ ദൗത്യത്തിലേക്ക് വേഗം കാൽച്ചുവടുകൾ വയ്ക്കുക. ഇവിടെ എസ്തറിന് ഒരു ജീവിതത്തിന് ഒരു സമയമുണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിന് ഒരു സമയമുണ്ട്. നാം വിചാരിക്കും, ദൈവമേ എന്റെ സാഹചര്യം മാറുന്ന ഈ സമയത്തായിരിക്കും. ഇല്ല എന്നേ, നമുക്ക് വേണ്ടി ഒരു സമയം കർത്താവ് നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. നമ്മെ ഇപ്പോൾ ആരും അറിയാതെ നാം ഇരിക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ നമ്മെ മറ്റുള്ളവരുടെ നടുവ് ശ്രേഷ്ഠമായ പദവിയിലൂടെ കൊണ്ടുവരുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവ് ഒരു സമയം നമുക്ക് വേണ്ടി നിശ്ചയിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാല പ്രിയ ദൈവമക്കളോട് ഞാനൊരു വിഷയം കൈമാറട്ടെ. ആരും നിന്നെ അറിയുന്നില്ല എങ്കിൽ, ഒരു പാറയുടെ വിളർപ്പിൽ ഇരിക്കുന്നത് പോലെ നീ ഒതുങ്ങിക്കൂടുന്നുവെങ്കിൽ, നിന്നെ നല്ലവണ്ണം അറിയുന്നവനായൊരു ദൈവം ഉയർച്ച തരുവാൻ, നിന്നെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുവന്ന് മാനിക്കുവാൻ ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയം നമ്മൾ നിശ്ചയിക്കുന്ന സമയമല്ല, മനുഷ്യർ നമുക്ക് വേണ്ടി നിശ്ചയിക്കുന്ന സമയമല്ല. കർത്താവ് നിശ്ചയിക്കുന്ന സമയത്ത് നാം പൊന്നുപോലെ പുറത്തു വരുവാൻ തക്കവണ്ണം ഇടയായി തീരുക. അടകവനം പ്രൗഢവ റിഗൽക്കല വൈഡവ ജെയ്നി മറിയം ജെയിംസ് എന്ന് പറഞ്ഞ പ്രിയ അമ്മാമയോട് ആത്മാവിൽ ആലോചനയായി കൈമാറട്ടെ. അടക റഗൽക്കന വൈശവനക സ്യാറബൽക്കന, ഇന്നായിരിക്കുന്ന ഇടത്ത് ദൈവം കൊണ്ടുവന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. അടക റന്തലെ റിഗൽക്കല വൈശവനകസ്യ, അനേക കഷ്ടതകള്, അനേക പ്രയാസങ്ങള് പലതും തരണം ചെയ്ത ഇന്നായിരിക്കുന്നിടത്ത് എത്തിച്ചേർന്നത് എന്തിനെന്നറിയാമോ? ചിലതിന്റെ ഉച്ചാരണത്തിന് വേണ്ടിയാ. അതുരി റിഗാലബല ക്രൗഡവനക ശാന്തന റഗൽക്കല റീബൽ പ്രൗഢിവരക സിയാ റഗൽക്കല, ജീവിതത്തിന്റെ മുമ്പില് എന്തായി തീരുമെന്ന് വിചാരിച്ചവരുടെ നടുവില് ഇന്ന് പൊന്നുപോലെ തിളങ്ങുന്നത് എന്തെന്നറിയാവോ പ്രിയ സഹോദരിയെ? ജീവിതത്തിന് മുമ്പ് അത്രമാത്രം തിക്ത അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയത്. അടകരക ശാന്തന അറകൽക്കല, ഇന്ന് കാണുന്ന അനുഭവത്തിലേക്ക് ഒരിക്കലും എത്തിച്ചേരുമെന്ന് വിചാരിച്ചതല്ല. അസ്ഥിരികാരകൾ കനവൈടവ, ഇല്ലെന്നേ, തീർന്നു പോയിട്ടില്ല. ഇനിയും ചില യാത്രകള്, അസ്ഥിപ്രൗഢ വാരക ക്ഷവനകരഹസ്യ, പ്രതീക്ഷിക്കാതെ വണ്ണമുള്ള ചില ആത്മീയ മന്നകള് ഉടകവന റികൽക്കല വിഭാഗിച്ച് ചിലയിടങ്ങളിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, മകളെ ഞാൻ നിന്നെ ഈ ദിവസങ്ങൾ എന്റെ കരങ്ങളിൽ ഇണങ്ങുന്ന ഒരു ആയുധമാ ഞാൻ ഉപയോഗിക്കാൻ പോകയാ. റെസ്റ്റ് ഇല്ലാതെ വണ്ണം അതുരിവര റഗൽക്കല വൈഡവ, എന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഓടേണ്ടതിന് ജൂഡാ റഗൽക്കല വൈശവനകസ്യ. പലപ്പോഴും ശാരീരികമായി പലവിധ ബുദ്ധിമുട്ടുകളാ. ഒന്ന് പ്രാർത്ഥിച്ച് ഉടകബന റിഗൽക്കല വൈഡവ മുന്നേറുവാൻ പോലും പലപ്പോഴും കഴിയാത്ത അനുഭവങ്ങള്. അസ്ഥി റിഗൽക്കല വൈശംധനാറകൽക്കല. എന്നാൽ ആത്മാവിൽ ആലോചനയായി കൈമാറട്ടെ. ഈ ദിവസങ്ങളില് അതുരി ഘടകസ്യ ശാരീരികമായി നിന്നെ തകർത്ത് കളഞ്ഞ ഉടകവ നീ ഓട
Hallelujah, 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 hallelujah. രഗദന വൈഡവ അധുരാ ജഗേരഗന വൈഡവൻ ധിരാജകൾ കല ദൂരകക്ഷവന റീകവ രഗസി. Hallelujah, 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 hallelujah. മഴയുടേതായ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഇവിടെ ഉള്ളത് കൊണ്ട് നെറ്റ് കട്ടാവുന്നതാണ്. ദൈവനാമത്തിൽ ക്ഷമിക്കുക. നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ. നെറ്റിന്റെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ ദയവായി നിങ്ങൾ പ്രാർത്ഥിക്കുക. വളരെ ശക്തമായ മഴയുടെ പ്രതികൂലം ഇവിടെ ഉണ്ട്. അതിന്റെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇനി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ നാം ചിന്തിച്ചു വന്ന ഭാഗം എസ്തേറിന്റെ പുസ്തകത്തിൽ നാം കാണുന്ന ഒരു ഭാഗത്തെയാണ് നാം കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ എസ്തേറിന്റെ പുസ്തകത്തിൽ നാം കാണുമ്പോൾ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ദൈവം അവളെ രാജ പദവിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മെ ഓരോരുത്തരെയും ദൈവം വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ട് നമ്മെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിന് ഉദ്ദേശം എന്തെന്നറിയാവോ? അതിന്റെ പിന്നിൽ കർത്താവിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ഈ ദിവസങ്ങളില് ആ ഉദ്ദേശത്തിലേക്ക് നാം എത്തിച്ചേർന്നു കൊണ്ടിരിക്കുമ്പോ അതിനുവേണ്ടി അമിതമായൊരു ദൈവ കൃപ നമ്മുടെ മേൽ ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ ആ കൃപയ്ക്ക് വേണ്ടി നാം ദൈവത്തോട് യാചിക്കുമ്പോ ദൈവം ചിലത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ തക്കോണം ഇടയായി തീരുക. ഇവിടെ എവിടെയാണ് അവളുടെ മാതാപിതാക്കളെ കുറിച്ചോ അവളുടെ സാഹചര്യങ്ങളെ കുറിച്ചോ ഒന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ എസ്തേറിന്റെ പുസ്തകത്തിനകത്ത് ഈ ഒരു ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു പ്രയാസത്തിന്റെ നടുവില് അല്ലെങ്കിൽ രാജസന്നിധിയിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു വസ്തിയുടെ കഥ നമ്മൾ 1-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. രാജാ വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തന്റെ സൗന്ദര്യം കാണിക്കുന്നതിന് വേണ്ടി രാജാവ് ആവശ്യപ്പെട്ടെങ്കിലും അതിനെ തിരസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ആ ഒരു വിഷയം കാരണം ഒരു രാജ്ഞി എന്ന നിലവാരത്തിൽ വസ്തി മാറ്റപ്പെടുകയാണ്. ചിലത് സംഭവിക്കുന്ന എന്തിനെന്ന് വേണ്ടിയെന്ന് അറിയാമോ? നമ്മുടെ ചില എൻട്രിക്ക് വേണ്ടിയാണ്, നമ്മുടെ മുമ്പിലോട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ചില വാതിലുകൾ അടയുമ്പോ നമ്മുടെ ജീവിതത്തിൽ ദൈവമേ എന്തുകൊണ്ട് ഈ സമയത്ത് എന്റെ വാതിൽ അടഞ്ഞു എന്ന് നിങ്ങൾ ഭാരപ്പെടുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാ, ആ വാതിലുകൾ മുമ്പിൽ അടയുമ്പോ അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോ ഒന്ന് ഓർത്തുകൊള്ളുക, നിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാ ചില തകർച്ചകൾ ജീവിതത്തിന്റെ മുമ്പേ നാം കാണേണ്ടി വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളില് ചിലതിനെ മാറ്റേണ്ടടുത്തുനിന്ന് മാറ്റിയിട്ട് നമ്മെ ആ സ്ഥാനത്തേക്ക് ദൈവം ആക്കി വയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു ഉദ്ദേശമുണ്ട്. ജീന എന്ന് പറയുന്ന ആ പ്രിയ സഹോദരിയോട് ആത്മാവിൽ ആലോചനയായി കൈമാറട്ടെ. അതിൽ വസ്തിയെ മാറ്റി എസ്തേറിനെ പദവിയിലേക്ക് കൊണ്ടുവന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നത് പോലെ ഈ ദിവസങ്ങളില് ജീവിതത്തിന്റെ മുമ്പില് ചില പ്രത്യേകമായ ഉറവകൾ തുറക്കുന്നത് പോലെ ചില വാതിലുകൾ ഓപ്പൺ ചെയ്ത് ദൈവാത്മാവ് പ്രിയ സഹോദരിയെ നിങ്ങളിലൂടെ ചില ദൈവിക പ്രവർത്തികൾ നിങ്ങളായിരിക്കുന്ന സഭയ്ക്കകത്തളങ്ങളില് നിങ്ങളായിരിക്കുന്ന ചുറ്റുപാടുകളുടെ നടുവില് ഈ ദിവസങ്ങൾ വല്ലാതെ യാചിച്ച് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ അകത്തളങ്ങളില് പരിശുദ്ധാത്മാവ് ചില മറുപടികൾ അയക്കാൻ പോവുകയാണ്. തീങ്ങൾ മെഴുകുരുകുന്നത് പോലെ ജീവിതത്തിന്റെ മുമ്പിൽ ഉരുകുന്ന അനുഭവങ്ങൾ ആരോടും പറയുവാൻ കഴിയുന്നില്ല, ആരും മനസ്സിലാക്കുന്നതുമില്ല. അതുപോലെ ജീവിതത്തിന്റെ മുമ്പിൽ നീറുന്നതായ അനുഭവങ്ങൾ. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുകയാ, ആ നീറുന്ന അനുഭവത്തിന്റെ അകത്തളങ്ങളിൽ എന്റെ കരത്തിന്റെ വല്ലഭത്വം കുടുംബത്തിന്റെ അകത്തളങ്ങൾ വെളിപ്പെട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്നേ. ഈ ദിവസങ്ങളിൽ മടുത്തു പോകണ്ട. എന്തുകൊണ്ട് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്റെ വിഷയത്തിന് മറുപടി നടക്കുന്നില്ലല്ലോ എന്ന് ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്ന മാതാവേ, പരിശുദ്ധാത്മാവ് പറയുക, എന്റെ സമയമാകും
ആകുമ്പോ അത്ഭുതത്തിന്റെ കരം പ്രവർത്തിച്ച് കുടുംബത്തിനകത്തുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ ഞാൻ മാറ്റി നന്മയ്ക്കായി ചില അടയാളങ്ങൾ ചെയ്തു മാനിക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ ആലോചന കൈമാറട്ടെ. Hallelujah, hallelujah. Stibal Proudava, Rantal Kana, Ragasi, Rigalaga, Shamdaneregal Kala, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാല ഓറവശ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടികൾ നൽകാൻ പോകുകയാ. ഇതുവരെയാ ഹല്ലേലൂയ ഒറ്റയ്ക്കാണോ തണ്ടു വലിച്ചത്? ഒറ്റയ്ക്കാണോ ജീവിത യാത്ര മുന്നോട്ട് നയിച്ചത്? ഒറ്റയ്ക്കല്ലെന്നേ അരുമനാഥം വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ താളടിയാകാതെ നിൽക്കുന്നത്? അതുകൊണ്ടല്ലേ നമ്മൾ പോകാത്തത്? ശത്രുവായവൻ വീഴാൻ തക്കവണ്ണം തള്ളിയെങ്കിലോ നമ്മെ ചേർത്തത് കർത്താവിന്റെ കരുണ ഒന്നും മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളില് ഈ ഗ്രൂപ്പിനകത്ത് ചില ജീവനുള്ള സാക്ഷ്യങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാ. അടരക മനാറകൾക്കന വൈഡവസ്യാരവ. പ്രിയ സൂസനാൻഡി, ഈ നാളുകളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? ആ പ്രാർത്ഥന വിഷയത്തിന്റെ അകത്തളങ്ങളില് ജീവന്റെ സാക്ഷ്യമായി ചിലതിനെ ദൈവാത്മാവ് എടുക്കാൻ പോകുകയാ. ജൂഡാറ ഖലാറകൾ കനം വൈഡവ. ഇതിനകത്ത് പ്രാർത്ഥിച്ച് അടുത്ത ഒരാഴ്ച കഴിയുന്നതിന് മുന്നേ എന്റെ വിഷയത്തിന് മറുപടിയായി എന്ന് ഗ്രൂപ്പിനകത്ത് മെസ്സേജ് ഇടുന്ന നിലവാരത്തില് ദൈവാത്മാവ് ചിലത് ചെയ്യാൻ പോകുകയാ. അധുരിക റഗൽക്കല വൈഡവ സിയ റാംതോ റഗൽക്കല വൈഡവ. ആന്റിയെ, ദൈവാത്മാവിനാൽ ഞാൻ ഒരു ആലോചന കൈമാറട്ടെ. ജീവിതത്തിന്റെ മുമ്പില് ഹല്ലേലൂയ വൈഡ പ്രൗഢവനകസ്യാരവ അല്ലന്തരക ക്ഷടകാരകഥം വൈഡം പ്രൗഢരകസ്യാരവ. മുമ്പോട്ട് എങ്ങനെ പോകണമെന്നറിയാതെ ചില വിഷയത്തിന്റെ അകത്തളങ്ങൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന 2 വിഷയത്തിനകത്ത്, പ്രിയ സൂസനാൻഡി, 2 വിഷയത്തിനകത്ത് വല്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. അതുൽ പ്രൗഢവാനം ദരാജകൽക്കന വൈഡവ രഹസ്യ. മറുപടി വേണമെന്ന് ആഗ്രഹമുണ്ട്, എങ്കിലും കർത്താവെ നിന്റെ ഇഷ്ടം മാത്രം മതി എന്ന് പറഞ്ഞ് ദൈവത്തോട് ഈ ദിവസങ്ങളിൽ ആലോചന ചോദിക്കുന്ന നിലവാരത്തിൽ താണിരിക്കുന്ന ഒരു അനുഭവം ദൈവാത്മാവിനെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുക, 2ന്റെ മറുപടിയെ ഒരുമിച്ചായിരിക്കത്തില്ല. ഒരു വിഷയത്തിന് മറുപടി കഴിഞ്ഞ് ആനന്ദിക്കുമ്പോൾ തന്നെ അടുത്ത വിഷയത്തിന്റെ മറുപടി തുറക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. അതുരി രഗര ജഗൽക്കല തലമുറകളുടെ വിഷയങ്ങളുടെ നടുവില് അതുസ്ഥിരിബാനകം ദുരിഘടകസ്യ ഒരു വ്യക്തമായൊരു മറുപടി ഈ സമയത്ത് എടുത്താലേ ശരിയാകത്തുള്ളൂ എന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാ, അത്തൂരധാരകം പ്രൗഢവാനകൾക്കല ചിലതിനെ ഞാൻ മാറ്റി. വസ്തിയെ ഞാൻ മാറ്റി എസ്തേറിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നത് പോലെ പരിശുദ്ധാത്മാവ് പറയുക, തലമുറകള് അതുൽ പ്രൗഢവാരകൾക്കല ചിലതിനെ മാറ്റി ഉടാറകൾക്കന വൈഡവ ചില മേൽത്തരമായ അനുഭവത്തിലേക്ക് ദൈവാത്മാവ് കാൽച്ചുവട് വയ്ക്കേണ്ടതിന് മുമ്പോട്ട് ഉടാറകൾക്കല വഴി തുറന്ന് അർഹിക്കാത്ത നിലവാരത്തിലുള്ള മാന്യതകളും ശ്രേഷ്ഠതകളും നൽകി മാനിച്ചുയർത്തുമെന്ന്. അത് എന്തെന്നറിയാവോ മാതാവ്? നിങ്ങളുടെ കണ്ണുനീര് ഒറ്റ ഒന്ന് മാത്രമാണ്. അത്തുരാ ജഗേരകൾക്കന വൈഡമ. മാതാവേ, അനേകർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു പരിശുദ്ധാത്മാവ്. പ്രിയ മാതാവിന്റെ വിഷയത്തിന്റെ അകത്തളങ്ങളിൽ വലിയവ ചെയ്ത് അതനാറുകൾക്കല നിരാശപ്പെടേണ്ട പരിശുദ്ധാത്മാവ് വഴികൾ മേൽത്തരമായ അനുഭവത്തിലേക്ക് തുറന്നു നൽകി മാനിക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. വീണ്ടും ഈ ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ, ആരെന്നോ എന്തെന്നോ അറിയാത്ത ഒരു സ്ത്രീ രാജസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അവൾ ആഗ്രഹിച്ചിരുന്ന ഒന്നല്ല, അവൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചതല്ല, ഈ പദവിയിൽ ഞാൻ എന്നായാലും എത്തുമെന്ന് ആഗ്രഹിച്ച് ചിന്തിച്ച് നിന്നവളുമല്ല. ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുമെന്ന് വിചാരിക്കാത്ത ഒരു നിലവാരത്തിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരിയാണ് പരിശുദ്ധാത്മാവ് തന്റെ സമയമായപ്പോ ചില പ്രവൃത്തികൾ ചെയ്യേണ്ടതിന്, ചില കാര്യങ്ങൾക്ക് വേണ്ടി മുൻതൂക്കത്തിൽ നിർത്തേണ്ടതിന് പരിശുദ്ധാത്മാവ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പറിച്ച് നടുന്നത് പോലെ നട്ടത്. നമ്മളൊന്നും പലതും ആഗ്രഹിക്കുന്നതല്ല. എനിക്ക് ഇന്നത് വേണം, ഇന്ന ആവശ്യങ്ങൾ ഉണ്ടെന്ന് ആഗ്രഹിക്കുന്നതല്ലെന്നേ. നമ്മൾ പോലും ആഗ്രഹിക്കാത്ത സമയത്ത് നമ്മൾക്ക് വേണ്ടി വിശാലമായ അനുഭവങ്ങൾ തരുന്നവനാ നമ്മുടെ സ്വർഗീയ അപ്പൻ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിനകത്ത് നാം ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചതും ചോദിക്കാതെ ലഭിച്ചതും എത്രയെത്ര നന്മകളാണ്. വർണ്ണിച്ചാൽ തീരാത്തത് ചോദിക്കാതെ ലഭിച്ച നന്മകളാണ്.
നമ്മൾ ചോദിക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വേദനിക്കുന്ന വിഷയങ്ങൾ, ഭാരപ്പെടുന്ന വിഷയങ്ങൾ, മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത വിഷയങ്ങളെ നമ്മൾ ചോദിക്കാറുള്ളൂ. നമ്മൾ ഒരു നിസ്സാരമായൊരു കാര്യം ഞാൻ പറയാം, ഇന്ന് എനിക്ക് വേണ്ടിയ വെള്ളം തരണമേ എന്ന് നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കുന്നവരാണ്. എനിക്ക് ഇന്ന് വേണ്ടിയ ദൈവമേ, ഞാൻ ശ്വസിക്കേണ്ട കാര്യം, എനിക്ക് ഓക്സിജൻ എനിക്ക് കൃത്യ അളവിൽ തരണമേ. നമ്മൾ ആരെങ്കിലും എഴുന്നേറ്റിരുന്ന് രാവിലെ ആ വിഷയം മുട്ടുപ്പായി നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറകൾക്കോ നമ്മുടെ ജീവിതത്തിലോ മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ കഴിയാതെ വണ്ണം നാം തകർച്ച അനുഭവിക്കുകയാണെങ്കിൽ നാം ഉപവസിക്കും, പ്രാർത്ഥിക്കുക. എന്നാൽ നമ്മുടെ ചെറിയ ആവശ്യം പോലും അറിയുന്ന ദൈവം നമ്മൾ ചോദിക്കാതെ തന്നെ, നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് തന്നു ഓരോ ദിവസവും നടത്തുന്ന ഒരു ദൈവത്തിന്റെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, എന്റെ തമ്പുരാനെ എത്ര ഒരു ദിവസം രാവിലോട്ട് രാത്രി വരെ സ്തുതിച്ചെന്ന് പറഞ്ഞാല് ദൈവം നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് തിരിച്ചു പകരമാകുകയില്ല. അതുപോലെയുള്ള നന്മകളാ ഓരോ ദിവസവും ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനം ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നുള്ള നന്മ തരണേ, നമുക്ക് ആത്മീയമായ ഭൗതികമായ നന്മ തരണമേ നാം പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ നാം ചോദിക്കുന്നതിന് നനയ്ക്കുന്നതില്ല അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി അല്ലെങ്കിൽ തന്നവന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയുമെങ്കിൽ, ഇവിടെ ഒരു പേരും അഡ്രസ്സും ഇല്ലാത്ത, ഒരു പറയുവാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത എസ്തർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ രാജസന്നിധിയിൽ കൊണ്ടുവന്നെങ്കിൽ എന്ത് യോഗ്യതയെ നമുക്ക് പറയുവാനുള്ളത്? നമ്മുടെ പഠിത്തമോ പണമോ പ്രതാപമോ കുടുംബ ശ്രേഷ്ഠതയോ എന്തുണ്ട് നമുക്ക് പറയുക? ഒന്നുമില്ലാതിരുന്ന ഒറ്റ സീറോയായിരുന്ന നമ്മെ ക്രിസ്തു തന്റെ രക്തത്താൽ വിലക്കി വാങ്ങിയപ്പോ സീറോ ആയ നമ്മൾ ഹീറോയായി മാറുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അഹങ്കരിപ്പാൻ എന്തുണ്ട്? പ്രശംസിപ്പാൻ എന്തുണ്ട്? പുകഴുവാൻ എന്തുണ്ട്? ആ ക്രൂശ് അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട് പുകഴുവാൻ? നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിവിൽ ആശ്രയിക്കാറുണ്ട്, നമ്മുടെ സ്റ്റാറ്റസിൽ ആശ്രയിക്കാറുണ്ട്, നമ്മുടെ അവസ്ഥകളിൽ ആശ്രയിക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുക, അതൊക്കെ നമ്മെ വിട്ട് മാറിയാല് മാറാത്ത ഒന്നുണ്ട്, ക്രൂശിന്റെ അനുഭവം. നശിച്ചു പോകുന്നവരുടെ ഇടയിൽ നിലനിൽക്കാൻ കൃപ തരുന്ന ഒരു കൃപയുണ്ടെന്ന് പറഞ്ഞ ആ ക്രൂശിന്റെ ദർശനം ഒന്ന് മാത്രമാണ്. എന്നെ പാപികളായി തന്നെ ജീവിച്ച് ഈ ലോകത്ത് മൺമറയേണ്ട നമ്മെ നിത്യരാജ്യത്തിന് അവകാശികളാക്കി തീർത്തുവെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് എന്തെന്നറിയാവോ? നമ്മൾ അറിഞ്ഞ രക്ഷയുടെ സന്തോഷം ഇനിയും നമ്മുടെ ചുറ്റുപാടുള്ളവർ അറിയുവാനുണ്ട്. അത് നമ്മിലൂടെയാ ദൈവാത്മാവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, എന്നിലൂടെയും നിങ്ങളിലൂടെയാ. അങ്ങനെയെങ്കിൽ നാം ഒരുക്കമാണോ ഈ കർത്താവിന്റെ വേലയുടെ ഒരു ഭാഗം ചെയ്യുക? നാം ഒരുക്കമാണോ? ചെയ്യുന്ന അനേക സഹോദരിമാർ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഈ ദിവസങ്ങളിൽ നമുക്കുള്ള ദൗത്യം ഒന്നുകൂടെ ഉറപ്പിച്ച് മുന്നേറുവാൻ നാം ഒരുക്കമായി തീർന്ന പരിശുദ്ധാത്മാവ് നമ്മെ ഉപയോഗിക്കുവാനിടയായി തീരുക. നമുക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് നാം മാറി നിൽക്കണ്ട. വിക്കനായും തടിച്ച നാവുള്ളവനുമായ മോശയെ ദൈവം ഉപയോഗിച്ചെങ്കിൽ അതിനപ്പുറമായി ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മെ ഉപയോഗിക്കുവാൻ തക്കണം ഇടയായി തീരുക. ടിജി കോശി എന്ന് പറഞ്ഞ പ്രിയ സഹോദരിയോട് ആത്മാവിൽ ആലോചനയായി കൈമാറട്ടെ. അടകപന ശമ്പന പലപ്പോഴും മോശ പറഞ്ഞതുപോലെ എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന അനുഭവമല്ല, എന്ത് കഴിവ് എന്റെ ജീവിതത്തിൽ പറയുവാനുണ്ട്. ഹല്ലേലൂയ. വൈശ്യ റബൽക്കന വൈദം പ്രൗഢവ. എന്നാൽ ദാസിയെ ഇന്ന് വരെ കൊണ്ടെത്തിച്ചത് എന്റെ കൃപയാണെന്ന്. ഹല്ലേലൂയ. വൈശ്യം ധരാജകൽക്കല വൈഡവ സിയാറകൾക്കല. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്ത് പറിച്ചു നടുന്നത് പോലെ ഞാൻ നിന്നെ നട്ടതാ. ജൂഡാറ താരക ക്ഷവനം ത്രൗഡരക സീരം ദുരാജകൽക്കല. വീണു പോകേണ്ട ഇടത്ത്, താണു പോകേണ്ട ഇടത്ത് അദൃശ്യനായ എന്റെ കരം കൂടെ ഇരുന്ന് ഇതുവരെ നടത്തിയില്ലേ? അസ്ഥി പ്രൗഢവ റകൽക്കല. ഇപ്പോഴും ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ആലോചന കൈമാറട്ടെ. അത്യുൽക്കര ജഗേരകൾ കനം വൈഡ വാരകക്ഷ. പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നത് ഒരു പേപ്പർ, അതിനകത്ത് ചില സൈൻ ഇടുന്ന അനുഭവം പോലെ അടകം പ്രൗഢവ ചില വിഷയങ്ങളെ ദൈവാത്മാവ് മാറ്റാൻ പോകുകയാ. ഇതുവരെ വന്ന സാഹചര്യം അല്ലെന്നേ, ഇനി അങ്ങ്
അങ്ങോട്ടുള്ള സാഹചര്യം പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റാൻ പോകുകയാ. ധീര ജരാജക വൈഡവ എസ്തറിന്റെ ജീവിതം ഒരു അനുഭവം, അവളുടെ ജീവിതത്തിൽ ജനിച്ചു വളർന്ന് ആ രാജസന്നിധിയിൽ എത്തുന്നതിന് മുന്നേ ഉള്ള അനുഭവം ആർക്കും അറിയത്തില്ല. അവൾ എങ്ങനെ ജീവിച്ചു വന്നോ, അവളുടെ സാഹചര്യം എന്തോന്ന്. അതുപോലെ മകളെ, ഈ ദിവസങ്ങൾ ഇതുവരെയുള്ള സാഹചര്യം മറ്റുള്ളവർ ആരും അറിയുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് പ്രിയ സഹോദരിയോട് വ്യക്തമായി ആലോചന പറയുക, ഇനിയുള്ള നിന്റെ ജീവിതം, ഇനിയുള്ള നാളുകൾ ഉടാറവാൻ അന്തരാജകൾക്കല ഹദസ്സ എന്ന് പറയുന്നവൾ എസ്തറായി മാറി അവളുടെ ജീവിതം മാറി മറിഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ചെയ്ത്, ചില റൂട്ടുകൾ തെളിയിച്ച് പരിശുദ്ധാത്മാവിന്റെ പദ്ധതിക്ക് വേണ്ടി കരങ്ങളിൽ ഉപയോഗിക്കാൻ പോകുന്നുവെന്ന് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. അത്തല റഗൽക്കല വൈശേ റഗൽക്കല വൈഡബ രഹസ്യ അല്ലെ എസ്തറിന്റെ ജീവിത ഹല്ലേലൂയ. അവൾ ഈ രാജസന്നിധിയിൽ എത്തുന്നതിന് മുന്നേ ഉള്ള ജീവിതം എന്തെന്ന് നമുക്കറിയത്തില്ല. അധുരാജകൾക്ക് കർത്താവ് നമ്മെ ഉപയോഗിക്കാൻ തുടങ്ങുന്ന മുതലുള്ള സമയം നമ്മുടെ പേര് മാറുകയാ, നമ്മുടെ ജീവിത രീതി മാറുകയാ, നമ്മുടെ അവസ്ഥകൾ മാറുകയാ. ഷൈനി എന്ന് പറയുന്ന പ്രിയ സിസ്റ്ററോട് ആത്മാവിൽ ആലോചനയായി കൈമാറട്ടെ. ഈ ദിവസങ്ങളില് അധുരാറകൾ കുശവന്റെ കയ്യിലെ കളിമൺ പാത്രം പോലെ മകളെ നിന്നെ ഒന്ന് ഏൽപ്പിക്കാൻ തയ്യാറായാൽ ആത്മാവ് പണിയാൻ പോകുകയാണ്. ജൂഡാറാം തരാജകൾക്കല അത് പണിത് കഴിഞ്ഞ അനേകർക്ക് ഉപയോഗമാകുന്ന നിലവാരത്തില് പരിശുദ്ധാത്മാവ് ജീവിത ചക്രത്തെ മാറ്റി മറിക്കാൻ പോകുകയാ. ധീരം പ്രൗഢവന ധരാജകൾ കലവൈഡവാറകൾ ശബല ഗതുരിഘടകസ്യാരവ. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ കാൽച്ചുവട് വയ്ക്കണമെന്ന് അറിയാതെ വണ്ണം നിൽക്കുന്ന ഒരു അനുഭവമായി ഇപ്പോൾ കടന്നു പോകുന്നത്. അത്യസ്തി റിവൽക്കലം മനുഷ്യ പുറമേ നോക്കിയാൽ ഒന്നിനും ഒരു കുറവില്ല, എന്നാൽ അകത്തളങ്ങൾ ശൂന്യതയാ. റീബ റാംതരെ റിഗൽക്കല ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എല്ലാ മീറ്റിങ്ങിലും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വേദനിപ്പിക്കുന്ന അനുഭവം ജീവിതത്തിലൂടെ കടന്നു പോകുകയാ. അതാരോട് ഷെയർ ചെയ്യുവാൻ കഴിയുന്നില്ല. അതുരാ ജഗൽക്കല സഹോദരങ്ങളോ വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ടെങ്കിലും ആരോടും ഷെയർ ചെയ്യുവാൻ കഴിയാതെ വേണം. ജൂഡാറാം തനേരകൾ കനം വൈഷേറ ബാസ്യ റൂബ റകൽക്കൽ ആയിരിക്കുന്ന ഒരു അനുഭവമായിട്ട് ദൈവാത്മാവിനെ കാണിക്കുന്നു. ആ വിഷയത്തിന് വേണ്ടി ഉപവസിക്കുന്നുണ്ട്, ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ആരോടും പറയാതെ ദൈവസന്നിധിയില ഉടകവ. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് അല്ലെങ്കിൽ മുഴങ്കാലിൽ നിന്നുകൊണ്ട് വേദപുസ്തകം അരികിൽ വെച്ച് നിന്ന് കരയുന്ന ഒരു അനുഭവമാ. അധുരാ ജഗൽക്കല വൈഡവ റകൽക്കന വൈഷവ്. എന്നാൽ നിന്റെ സഹോദരിയെ, ഇന്നത്തെ ജീവിത സാഹചര്യം നീ നോക്കേണ്ട, നിന്റെ അവസ്ഥകൾ മാറി മറിയുക പ്രാർത്ഥനയാൽ കഴിയും. ഉടാറകൾ കനം വൈഡവ രഹസ്യം. പലപ്പോഴും വിശ്വാസത്തിൽ തളർത്തിക്കളയേണ്ട ചോദ്യങ്ങൾ പലരും ഉന്നയിച്ചു. അധുരാ ജഗൽക്കല ഇത്രയും വിശ്വാസം പിടിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് നേടി എന്ന്. ഉടകവന റകൽക്കല മകളെ മാറി നിന്ന് നിന്നെ പരിഹസിക്കുന്നവരുണ്ട്. അവരുടെ നടുവില് ശ്രേഷ്ഠമായ ഒരു അനുഭവം തന്ന മാനിച്ചു ഉയർത്തി അനേകർക്ക് ഒരു സാക്ഷ്യമാക്കി നിലനിർത്തുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ജീവിതത്തിന് മുമ്പിൽ കടന്നു പോകുന്ന കഷ്ടതകള് കർത്താവ് അറിയാതെ അല്ല. അധൂരി ബാനകൾ ശവനക രഹസ്യ അതിനകത്തു നിന്ന് കൃപ പ്രാപിച്ച് നീ പുറത്തു വരണം. ജൂഡാ റാംധന ജഗേരകൾക്കൻ അനേകർക്ക് ഉടകവനകസി അനേകരെ മാറോട് ചേർക്കുന്ന നിലവാരത്തില് ഊറാ ശബനകരകസി ഒരു അമ്മയുടെ സ്നേഹം കൊടുക്കുന്ന വാത്സല്യമാകുന്ന നിലവാരത്തില് ഈ ദിവസങ്ങളില് ഈ കഷ്ടത കഴിയുമ്പോ ചിലരെ അരികിൽ നിർത്തി ഉടകവന അവരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ തക്കവണ്ണമുള്ള കൃപ ഇതിനകത്ത് നിന്ന് ദൈവാത്മാവ് തന്നു പുറത്തെടുക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളില് നമ്മുടെ ജീവിതത്തിനകത്തും എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നേരെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലയോ? ആരാധിക്കുവാൻ കഴിയുന്നില്ലയോ? ദൈവവുമായുള്ള ബന്ധത്തിൽ ഒന്ന് മുന്നേറുവാൻ കഴിയുന്നില്ലയോ? ജോളി പൊന്നൂസ് എന്ന് പറഞ്ഞ പ്രിയ അമ്മാമയോട് ആത്മാവിൽ ആലോചനയായി കൈമാറട്ടെ. മുന്നേറുവാൻ കഴിയുന്നില്ല, ആഗ്രഹിക്കുന്നുണ്ട്. ഉടകവന ശബനകരക സന്തല റകൽക്കല വൈഡവ, എന്നാൽ മുന്നേറുവാൻ കഴിയാത്തൊരു അനുഭവം
അനുഭവത്തിലൂടെയായി ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. അന്തൽ പ്രൗഢ വാനക ക്ഷവനകരക ദുരികടകസ്യ. എന്നാൽ ആത്മാവിൽ ഞാൻ ആലോചന കൈമാറട്ടെ. ദീപ റകൽക്കന വൈശ്യ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് ഈ ഹിപ്പിന്റെ വശം വേദനിച്ച് അടകവന റകൽക്കല പലപ്പോഴും ഇരുന്നിട്ട് എഴുന്നേൽക്കുവാനോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുവാനോ കഴിയാതെ വണ്ണ അധുര ജഗൽക്കല വൈഡവൻ ആയിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നതായിട്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ഞാൻ ആലോചന കൈമാറട്ട്. ഉടക പ്രാർത്ഥനയുടെ തീയൊന്ന് വർദ്ധിപ്പിക്കാമെങ്കിൽ ഉടകവന ധീരം ദലാതകല വൈഡവ റകൽക്കല സഹോദരിയെ ദൈവാത്മാവ് നിന്നിലൂടെ ചിലത് ചെയ്യാൻ പോകുകയാ. ധീരം പ്രൗഢ രഗതനകട ഒതുക്കിക്കളയുക ശത്രു ഒരു വശത്തുനിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ആത്മാവ് പറയാ ഇല്ല, ഒരു തീക്കൊള്ളിയായി ജൂഡല്ലെല്ലാം ദല്ലം ദല്ലക്ഷവാറകൾ ഖലാറവസ്യ തീക്കൊള്ളിയായി തീക്കൊള്ളിയായി ജീടധാര ധാരധാര വൈക്ഷവാര മാനവരകസ്യാര. ശത്രു നിന്നെ ഒതുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പ്രിയ മാതാവേ, ശത്രു നിന്നെ ഒതുക്കുവാൻ ശ്രമിക്കുക. 4 ചുവരുകൾക്കുള്ള ഒരു ബെഡേൽ ഒതുക്കുവാൻ ശ്രമിക്കുമ്പോ പരിശുദ്ധാത്മാവ് പറയുക ഇല്ല ഇല്ല, എന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിനായി ഒരു തീക്കൊള്ളി പോലെ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് പുറത്തെടുക്കാം. യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങളെയോ പിതാവിന്റെയോ പുത്രന്റെയോ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുന്നു. ആത്മാവിന്റെ ശക്തി പ്രിയ മാതാവിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ ഇറങ്ങട്ട്. നാളുകളായി പ്രാർത്ഥിച്ചു മുന്നേറുവാൻ കഴിയാതെ വേണം ഒതുങ്ങിപ്പോ അനുഭവങ്ങളെ വേണ്ടുവണ്ണ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വേണം. എന്റെ ഹല്ലേലൂയ വായെ തുറക്കുവാൻ പോലും കഴിയാതെ വേണം. കരങ്ങളെ ചലിപ്പിക്കുവാൻ കഴിയാതെ വേണം. തന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളിൽ നിന്ന് എന്റെ ദാസി പുറത്തു വരട്ടെ. അതിന്റെ പേർ മാറുന്ന നിലവാരത്ത് ദൈവാത്മാവ് ചില പദ്ധതികളുടെ പൂർത്തീകരണത്തിലേക്ക് എന്റെ ദാസി എത്തിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒരു വ്യക്തിക്ക് ദൂത് പറയുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കുക എന്ത് കർത്താവേ എന്നോട് ഇല്ല, അതിനകത്തുകൂടെ നമ്മിൽ മേൽ കൃപ വ്യാപരിക്കുവാൻ തക്കോണം ഇടയായി തീരുക. നാം ദൈവസന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോടെ ചിലത് പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഇരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവം നമ്മെ വാസ്തവമായി കണ്ട് ചിലത് ചെയ്തെടുക്കുവാൻ തക്കോണം ഇടയായി തീരുക. CP രാജു എന്ന് പറഞ്ഞ ഡിവൈസ് കയറിയ പ്രിയ അമ്മാമയോട് ആത്മാവിൽ ആലോചനയായി കൈമാറട്ടെ. ഉദകവന റംതരെ റികൽക്കല വൈഡ പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്തവൻ, ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയാത്തവൻ, ജൂഡാറവൽക്കല വഴി പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ചതഞ്ഞ ഓടയുടെ ഒരു അനുഭവമാ കഴിഞ്ഞ 32 വർഷം. ചൂടിവന ധരാജകൽക്കല വൈഡവസ്യ റംതനെ റികൽക്കല അതിൽ നിന്ന് മറുപടിയുണ്ട്, പ്രാർത്ഥിച്ചു മുന്നേറുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായൊരു മറുപടിയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. പരിശുദ്ധാത്മാവ് പറയുക ആ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ആ ചതഞ്ഞ ഓടെ ഒടിച്ചു കളയാതെ ദൈവ പ്രവർത്തി ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഇറങ്ങാൻ പോകുകയാണ്. ധീര ജഗേരബന ധീരബൽക്കന രഹസ്യ പലരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാ. അധുരാജ ഇന്ന് വരെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യചിഹ്നമാ. അതുസ്തി റിബൽക്കല നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഇത്രയും ദീർഘമേറിയ വിഷയത്തിന് എന്തുകൊണ്ട് മറുപടി കിട്ടുന്നില്ല എന്ന് മാതാവേ നിന്നോടൊപ്പം ആരാധിക്കുന്നവർ പോലും ചോദിക്കുന്നില്ലേ? അസ്ഥീരിബാല പരിശുദ്ധാത്മാവ് ഞാൻ ആലോചന കൈമാറുകയാ. അധൂരബാനകൾക്കല വൈഡവ ചില ദിവസങ്ങൾ രാത്രിയാമങ്ങൾ ഉറക്കമില്ലാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അനുഭവങ്ങൾ ദൈവാത്മാവ് കാണിക്കുമല്ലോ. അന്തേരകനം വൈഡവാറകൾക്കല ചില വിഷയങ്ങളുടെ അകത്തളങ്ങളില് എന്തുകൊണ്ട് എനിക്ക് മറുപടി വൈകുന്നു എന്ന് ദൈവത്തോട് പലപ്പോഴും നീ ചോദിക്കുന്നില്ലേ? ആലയത്തിനകത്തിരുന്ന് വിമ്മിപ്പൊട്ടി കരയുന്ന അനുഭവങ്ങളില്ലേ? അസ്തേരകൽക്കന വൈശവന റീബാ ധുരിഘടകം പ്രൗഢവരകസ്യാരവ. എന്നാൽ ആത്മാവിൽ ആലോചനയായി കൈമാറട്ടെ ഈ ദിവസങ്ങളില് പ്രിയ മാതാവ് വേദനയോടെ ഭാരത്തോടെ ആയിരിക്കുന്ന വിഷയത്തിന്റെ അകത്തളങ്ങളിൽ അധികം താമസവിനെ
എന്റെ പ്രവൃത്തി വെളിപ്പെട്ട് ദേശത്തിന്റെ നടുവില് കുടുംബത്തെ ഉയർത്തി മാനിക്കും. അതായത് നിങ്ങളുടെ ഒരു പ്രാർത്ഥന മാത്രമാ ആ കുടുംബം നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ എന്നെ തകർന്നു പോകേണ്ടതായിരുന്നു. ജൂഡാറാം തെരേരകൾ കനം വൈഷബ രഹസ്യ. അഡ്രസ് ഇല്ലാത്ത എസ്തറിന്റെ ജീവിതത്തിൽ ഒരു അഡ്രസ് ദൈവം നൽകിയെങ്കിൽ ഈ ദിവസങ്ങളിൽ ആരും അറിയാതെ കിടക്കുന്ന നിന്റെ ഭവനത്തിന്റെ അകത്ത് പ്രിയ മാതാവെ മറുപടി വെളിപ്പെടാൻ പോകുകയാണ്. അഡ്രസ് ഇല്ലാതെ ആരും അറിയാതെ കിടന്ന എസ്തറിന്റെ ജീവിതത്തില് ഒരു രാജ്ഞി എന്ന പദവി അവളുടെ ജീവിതത്തിൽ ഒരു അഡ്രസ്സായി മാറിയതുപോലെ ചില വിഷയത്തിന്റെ അകത്തളങ്ങളില് ദൈവാത്മാവ് പ്രവർത്തിച്ച് അത്ഭുതകരമേറിയ മറുപടികൾ നൽകി ഉദാരകൾക്കല ജീവിതത്തെ മാറ്റിമറിച്ച് നന്മയുടെ പടവുകൾ നൽകി മാനിക്കുമെന്ന ആത്മാവിൽ ആലോചന. എന്നാൽ ഈ ദിവസങ്ങളില് മയങ്ങിപ്പോകരുത്, ക്ഷീണിച്ചു പോകരുത്. പ്രാർത്ഥനയെ ശക്തിപ്പെടുക. ദൈവാത്മാവ് ചിലത് ചെയ്യുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. ഹല്ലേലൂയ. അനേക സ്ത്രീകളെ രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്നെങ്കിലും രാജാവിന് ഒരു പ്രിയം തോന്നിയത് എസ്തേറിനോടായിരുന്നു. അതിന്റെ പിന്നില് കർത്താവിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഈ ദിവസങ്ങളില് നമ്മുടെ ജീവിതത്തില് ദൈവികമായ പദ്ധതികൾ വെളിപ്പെടുവാൻ സമയമാകുമ്പോൾ അകന്ന് അതുവരെ നിൽക്കുന്നവർ നമ്മുടെ അരികിൽ വരുവാൻ തക്കണം ഇടയായി ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളില് ഈ കർത്താവിനെ ഇറങ്ങി തിരിച്ചെത്തി എന്ത് നേടി എന്ന് ചോദിക്കുന്നവർ പോലും അരികിൽ വന്ന് നമുക്ക് ലഭിക്കുന്ന നന്മകളെ വാഴ്ത്തി പുകഴ്ത്തത്തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തി ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. വിശ്വസിക്കാമോ? എസ്തർ അതുവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ? ഇല്ല. എസ്തർ ഒരു വാക്ക് പറഞ്ഞാൽ അത് കേൾക്കുവാൻ ആരെങ്കിലും കൂട്ടാക്കുമായിരുന്നോ? ഇല്ല. എന്നാൽ എസ്തറിനൊരു പദവി വന്നപ്പോൾ, അവളുടെ ജീവിതത്തിനകത്ത് ദൈവം ഒരു പദവി കൊടുത്തപ്പോൾ അവളുടെ വാക്ക് മറ്റുള്ളവർ അംഗീകരിക്കേണ്ടതായി വന്നു. അവൾ ഒരു കാര്യം പറഞ്ഞാൽ അത് തീർപ്പ് കൽപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ ഹല്ലേലൂയ എസ്തറിന്റെ അടുക്കലേക്ക് മൊർദെഖായിയുടെ ഒരു സന്ദേശമായി എത്തുകയാണ്. എന്തുകൊണ്ട് മൊർദെഖായി വേദന അനുഭവിക്കുന്നു? എന്തുകൊണ്ട് അവൻ റെറ്റിലും വെണ്ണീരിലും കിടക്കുന്നു? വസ്ത്രം കീറിയത് എന്തുകൊണ്ടാണ്? ഒരു വസ്ത്രം എസ്തർ കൊടുത്തയച്ചു, എന്നാൽ അത് സ്വീകരിക്കുവാൻ പോലും മൊർദെഖായി കൂട്ടാക്കില്ല. എന്തെന്നറിയാമോ? അവിടെ ഒരു ഹാമാൻ എഴുന്നേൽക്കുകയാണെന്ന്. അവിടെ ഒരു ഹാമാൻ യഹൂദ ജനത്തെ കൊന്നുമുടിക്കേണ്ടതിന്, സ്ത്രീകളെയും എല്ലാവരെയും ഒന്നുപോലെ കൊന്നുമുടിക്കേണ്ടതിന് ഒരു ഹാമാൻ പദ്ധതിയുമായി എഴുന്നേറ്റിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ഒരിക്കലും മൊർദെഖായിക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. മൊർദെഖായി എസ്തറിന്റെ അടുക്കലേക്ക് സന്ദേശവാഹകമായി നീ സമയത്ത് മിണ്ടാതിരുന്നാൽ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നമ്മോട് പറയുന്നതാ, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, ഈ സമയത്ത് നാം മൗനം പാലിച്ചാൽ ലഭിക്കേണ്ട ഉദ്ധാരണം യഹൂദന്മാർക്ക് മറ്റൊരിടത്ത് നിന്ന് ലഭിക്കും. എന്നാൽ നീയും നിന്റെ പ്രതിഭവനവും നശിച്ചു പോകുമെന്ന് എസ്തറിനോട് ഇവിടെ അരുളപ്പാട് കൊടുക്കുകയാണ്. എന്നാൽ എസ്തർ അത് കേട്ടപ്പോൾ തന്നെ രാവും പകലും ദൈവസന്നിധിയിൽ വീഴുവാൻ തക്കോണം ഇടയായി തീർന്നു. ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്ന ദേശത്തിന്റെ നടുവിൽ ദൈവം നമ്മെ നിർത്തിയതിന് പിന്നിലൊരു പദ്ധതിയുണ്ട്. അതെന്തെന്നറിയാവോ? ഈ സമയം നാം ഇനി മൗനമായിരിക്കരുത്. നമ്മുടെ ശബ്ദം കാഹളം പോലെ ഉയർത്തുവാൻ അതുൽ പ്രൗഢ വാരകശാരകൽക്കല സാലി ജെയിംസ് എന്ന് പറഞ്ഞ പ്രിയ അമ്മാമയോട് ആത്മാവിൽ ആലോചനയായി കൈമാറട്ടെ. റീബ റഗൽക്കല വൈശ്യ പരിശുദ്ധാത്മ പറ, ഇനിയുള്ള നാളുകൾ അതിന് അടങ്ങിയിരിക്കുവാൻ അല്ല പ്രിയ മാതാവ്, കാഹളം പോലെ ശബ്ദം ഉയർത്തിക്കോ. ചില ഉദ്ധാരണങ്ങൾ നടക്കാൻ പോകുകയാ. ദീപ റബൽക്കല വൈഡവസ്യ. പ്രിയ മാതാവിന്റെ പ്രാർത്ഥന ആ സഭയ്ക്കൊരു അനുഗ്രഹമാ. സഭയ്ക്ക് മാത്രമല്ല, ദേശത്തിനൊരു അനുഗ്രഹമാ. ഒരു കാവൽക്കാരിയായിട്ട് ദൈവം ആ ദേശത്ത് നിർത്തിയിട്ടിരിക്കുകയാ. അടകവന ശവനകൾ കനംവയുടെ വാരകസ്യ അല്ലേലിയ. സമപ്രായക്കാർ അനേകർ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ആയുസ്സോടെ ആരോഗ്യത്തോടെ ഞാൻ നിർത്തിയിരിക്കുന്ന എന്തിനെന്ന് അറിയാമോ? ഇനിയും ദൈവീകമായ ചില ഇടപെടലുകൾ കണ്ണുകൊണ്ട് കാണുവാൻ വേണ്ടിയാ. ചിലതൊക്കെ
കാണുമ്പോൾ മനസ്സിനകത്ത് ചൂടുപിടിക്കുക. അന്തരാറകൾക്കല ആത്മീയ ഗോളത്തിനകത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ ഹൃദയത്തിനകത്ത് ചൂടുപിടിക്കുക. എന്റെ കാലഘട്ടത്തിലെ ദൈവമേ, ഞാൻ അറിഞ്ഞ സമയം മുതൽ ഉടകവന റകൽക്കല എന്റെ മുമ്പിൽ ദൈവം തരുന്ന സമയ ഉടകവന ശാന്തരെ റികൽക്കല വൈഡവ ഞാൻ ഓടുവാനിടയായി. എന്നാൽ ഇന്നെനിക്ക് അതുപോലെ ഓടുവാൻ കഴിയുന്നില്ല, എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എന്നുള്ള ഭാരമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുക, ഈ ദിവസങ്ങളിൽ ചില ഉദ്ധാരണങ്ങൾ മാതാവേ പ്രാർത്ഥനയാൽ നടക്കാൻ പോകുകയാണ്. ധീരദാന വൈഡവ ക്ഷപനന്തര ജഗൽക്കല വൈഡവ ഇതുവരെ കണ്ടതുപോലെ അല്ല. ജൂഡാറകൽക്കല വൈഡവ സിയാറകൾ കലം വൈഡവ ക്ഷപനക സിയാറകൾ കല. ഇന്നത്തെ ചില കാര്യങ്ങളുടെ നടുവില ഉടക പരിശുദ്ധാത്മാവ് നിലനിർത്തുന്നത് എന്തെന്നറിയാമോ? അത്തൂരകൽക്കല വൈഡവ മാതാവേ, ചെങ്കോൽ എസ്തർ കൊണ്ടു ചെന്നപ്പോ, അല്ലെങ്കിൽ എസ്തർ രാജസനി ചെന്നപ്പോ അവളുടെ മുമ്പിൽ ചെങ്കോൽ നീട്ടിയതുപോലെ മാതാവ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾക്ക് പരിശുദ്ധാത്മാവ് ചെങ്കോൽ നീട്ടാൻ പോകുകയാണ്. ജീഡ രഗത്തര ജഗൽക്കല വൈഷവ. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല മാതാവ് ദൈവത്തിനെ കരയുന്നതും പ്രാർത്ഥിക്കുന്നതും, ആത്മീയമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി. അതിനകത്തളങ്ങൾ ദൈവാത്മാവ് ദിവസങ്ങൾ വലിയവ ചെയ്യാൻ പോകുന്നുവെന്ന ആത്മാവിൽ ആലോചനയായി കൈമാറട്ടെ. ഹല്ലേലൂയ. എസ്തറിനോട് പറയുന്ന പോലെ, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, നാം ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, ഈ സമയം നമുക്ക് മിണ്ടാതിരിക്കുവാനുള്ളതല്ല. ഈ സമയം നാം വേഗത്തിൽ നമ്മുടെ വേല ചെയ്യേണ്ട സമയമാ. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ അധിക സമയമില്ല. കാഹളം വാനിൽ മുഴങ്ങും, നാം ഉയരും. ഹല്ലേലൂയ. ഇതുവരെ നാം കാത്തിരിക്കുന്ന അരിമണാളൻ വരാൻ സമയമായി. ഇതെല്ലാം വിട്ടേച്ച് നാം അങ്ങ് ചേരുമ്പോ ഹല്ലേലൂയ നമ്മോടൊപ്പം ചിലതും കൂടെ വരണം. ഹല്ലേലൂയ. നിത്യതയ്ക്ക് ചിലരും കൂടെ അവകാശികളായേ മതിയാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വല്ലാത്തൊരു ആത്മീയ ഗോളത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. സത്യം ഏതെന്ന് നമ്മുടെ തലമുറകൾക്ക് അറിയുവാൻ കഴിയാത്ത വണ്ണമുള്ള ആത്മീയമായ മൂല്യച്യുതികൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ യഥാർത്ഥമായ മാർഗം കാണിച്ചു തരുമ്പോൾ ഈ ന്യൂ ജനറേഷനില് അല്ലെങ്കിൽ യഥാർത്ഥമായ ക്രിസ്തീയ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ഏതാണ് സത്യമായ ആരാധന എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു തലമുറയെ അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ പാരമ്പര്യത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് പുതിയ തലമുറ നമ്മിൽ നിന്ന് വഴുതി മാറുകയാ. എന്നാൽ സത്യത്തിനു വേണ്ടി വില കൊടുത്ത് ഞാനും നിങ്ങളും നമ്മുടെ തലമുറകളെ നിർത്തുമെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി കർത്താവ് തുണ നിൽക്കും. ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, നാം ആൾപ്പെരുപ്പത്തിൽ ഒത്തിരി ഇല്ല എങ്കിൽ, പരിശുദ്ധാത്മാവ് ഞാനൊരു കാര്യം പറയട്ടെ, സത്യത്തിനു വേണ്ടി ഞാനും നിങ്ങളും നിലനിൽക്കുമെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് കാണുന്ന മ്ലേച്ഛകരമായ അനുഭവങ്ങളിലേക്ക് വഴിതിരിയാതെ, നമ്മുടെ ചെവി അങ്ങോട്ട് ചായ്ക്കാതെ, യഥാർത്ഥമായ കർത്താവിന്റെ സ്നേഹം കണ്ടറിഞ്ഞ് നമ്മുടെ ജീവിത യാത്ര മുന്നോട്ട് നയിക്കുമെങ്കിൽ ദൈവാത്മാവ് നമ്മെ നിലനിർത്തും. മനുഷ്യരാരും നമ്മെ നിലനിർത്തിയില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിലനിർത്തും. അതും മതി. ഹല്ലേലൂയ. ഈ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചകൾ സത്യമന ഹൃദയത്തിന് വേദന ഉണ്ടാക്കുന്നതാണ്. ഞാനൊരു പെന്തക്കോസ് പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നൊരു തലമുറയാണ്. അപ്പൊ എന്റെ മാതാപിതാക്കളും ഞാൻ വളർന്ന ചുറ്റുപാടിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു അനുഭവം. നമ്മൾ ദൈവസന്നിധിയിൽ ഇന്ന് ഞാൻ ഈ മീറ്റിങ്ങിനകത്ത് വർഷിപ്പ് ലീഡ് ചെയ്ത ആ സഹോദരിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാരണം ആ പാട്ടിനകത്ത് ലയിച്ചു ചേർന്ന് ആ ദൈവസ്നേഹം നമ്മിലേക്കൊന്ന് ഇറങ്ങി വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുവാൻ ഇടയായി തീർന്നു. ഇന്നത്തെ പാട്ടെന്ന് പറഞ്ഞ ജനം ഇളകി മറിയുകയാണ്. അതിനകത്ത് നിന്ന് ഒരു ദൈവികമായ ഒരു അനുഭവം, നമുക്കൊരു പാട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം, സാധാരണക്കാരായ മറ്റു മതസ്ഥരായ പോലും പറയുന്ന കാര്യമുണ്ട്, നിങ്ങളുടെ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിനൊരു കുളിർമയാണ്, അല്ലെങ്കിൽ മനസ്സിനൊരു ആശ്വാസമാണെന്ന്. ആ പഴയ ആ ഭക്തി ഗാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കേൾക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അനുഭവങ്ങളിലൂടെയുള്ള പാട്ടാ. അത് വെറുതെ ഉൾത്തിരിയുന്നതല്ലെന്നേ, അത് അനുഭവങ്ങളിൽ നിന്ന് ദൈവം അവരുടെ ജീവിതത്തിൽ കൊടുത്ത അനുഭവങ്ങളിൽ നിന്ന് ഹല്ലേലൂയ അവർ എഴുതിയ വരികളാ. അത് ഇന്നും പാടുമ്പോൾ അത് ആശ്വാസം തന്നെയാണ്.
അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ഈ ദിവസങ്ങൾ വില കൊടുത്ത് മുമ്പിലോട്ട് വരണം. പലതും നമ്മുടെ ചുറ്റുപാട് നടന്നെന്ന് പറഞ്ഞാലും നാം അറിഞ്ഞ സത്യത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നമ്മുടെ തലമുറകളെയും ആ നിലവാരത്തിൽ വളർത്തുവാൻ ദൈവം നമുക്ക് ഈ ദിവസങ്ങൾ കൃപ നൽകുന്നതിനുണ്ട്. പഴയ കൃപയൊന്നും പോരാ, പുത്തൻ കൃപ വേണ, അല്ലെങ്കിൽ പുതിയ കൃപ വേണ. ഈ കാലഘട്ടത്തിൽ ജീവിക്കുക, ശാസ്ത്രമെല്ലാം അല്ലെങ്കിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോ, വിവര സാങ്കേതിക വിദ്യകൾ വളർന്നുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവിന് ഒന്നേ പറയുവാനുള്ളൂ, ഞാനും നിങ്ങള് അല്ലേല് പിന്മാറ്റത്തിലേക്ക് അല്ല പോകേണ്ടത്. ദൈവാത്മാവ് നമുക്ക് തരുന്ന കാഴ്ചപ്പാട് അനുസരിച്ച് മുന്നേറുവാൻ നാം തയ്യാറായ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കും. ഈ ദിവസങ്ങളിൽ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനത്തെ കാലഘട്ടത്തിന്റെ നടുവിൽ നമ്മുടെ തലമുറകൾ തകർന്നു പോകരുത്. നമ്മുടെ കാലം കഴിഞ്ഞാലും നമ്മുടെ തലമുറകൾ ഈ സത്യത്തിൽ നിലനിൽക്കുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. ഞാൻ കണ്ട ചെറിയൊരു അനുഭവം നിങ്ങളോട് പറയാം. ഞാൻ ഇന്ന് ഒരു ഫേസ്ബുക്കിനകത്ത് കണ്ടതാ, അല്ലെങ്കിൽ കമ്പ് വച്ചിട്ട് അത് മുഖമൊടിക്കുന്നതായിട്ട് ഒടിക്കുകയാണ്. മുഖമൊടിഞ്ഞു എന്ന്. പണ്ട് ആത്മാവിലെ മുഖമൊടിക്കുമായിരുന്നു, ഇന്ന് സ്റ്റേജ് നിന്നുകൊണ്ട് ഒരു സാധാരണ ഒരു വടിയെ ഒടിച്ചിട്ട് ഇവിടത്തെ ബന്ധനം അഴിഞ്ഞു മാറിയത്. ഇതൊക്കെ നമുക്ക് വിശ്വസിക്കുവാനോ യോജിക്കുവാനോ കഴിയാത്തൊരു കാര്യം. ഞാനത് കണ്ടപ്പോ ചിരിക്കണോ കരയണോ? ഞാൻ ഇന്ന് ഉച്ചയ്ക്കിരുന്ന് ദൈവത്തോട് ചോദിച്ചു, ദൈവം ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കമ്പെടുത്ത് പിടിച്ചിട്ട് എന്റെ ബന്ധനം പൊട്ടി മാറി എന്ന് പറഞ്ഞ് നമുക്ക് നിൽക്കാം? ഒരിക്കലുമില്ല. ആത്മാവിൽ കത്തൽ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ശത്രു കെട്ടിയതായി പൊട്ടത്തുള്ളൂ. അല്ലാതെ വെറുതെ ഒരു കമ്പൊടിച്ചെന്ന് പറഞ്ഞോ, ഒരു തൂവാല വീശിയെന്ന് പറഞ്ഞോ അതിനകത്തുനിന്ന് ഒന്നും നടക്കുകയില്ല. ഒന്ന് മാത്രം, ഞാനും നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ കുടുംബത്തിന്റെ അകത്തളങ്ങൾ വീഴുവാൻ തക്കോണം ഇടയായി തീരും. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജ്വലിക്കണം. ഈ ദിവസങ്ങൾ എസ്തറിനെ പോലെ നമ്മൾ മിണ്ടാതെ ഇരിക്കരുത്. എന്തിനെന്നറിയാമോ? ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ വ്യത്യസ്തമായ ഇടങ്ങളിൽ നിലനിർത്തി വച്ചിരിക്കുന്നത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ചിലത് നമ്മളിലൂടെ ചെയ്യാനുണ്ട്. ഈ സമയം നമ്മൾ മിണ്ടാതിരുന്നാൽ കർത്താവ് മറ്റൊരാളെ എഴുന്നേൽപ്പിക്കുക, കർത്താവ് തന്റെ പദ്ധതി അവിടെ പൂർത്തീകരിക്കുക. എന്നാൽ ഞാനും നിങ്ങൾ ഒരുക്കത്തോടെ ഇറങ്ങുവാൻ തയ്യാറായ, മുന്നോട്ട് ഇറങ്ങുവാൻ തയ്യാറായ, നമ്മിലൂടെ ചില ദൈവപ്രവർത്തികൾ, മറ്റാരിലൂടെയുമല്ല, നമ്മിലൂടെ ചില ദൈവപ്രവർത്തികൾ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യും. റീബൽ പ്രൗഢവ ധരാജകൾ വിശ്വസിക്കാമോ? നമ്മിലൂടെ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുക. സുജ എന്ന് പറയുന്ന പ്രിയ സിസ്റ്റർ, അത് കറുത്ത ഷോൾട്ടകിന പ്രിയ ആന്റിയോട് പരിശുദ്ധാത്മാവിൽ ആലോചന കൈമാറട്ടെ. ചിലത് ദൈവാത്മാവിന് ചെയ്യുവാനുണ്ട്. അന്തരാ ജഗൽക്കല വൈഡ മറ്റുള്ളവരെ അല്ല പരിശുദ്ധാത്മാവ് തേടുന്ന സഹോദരിയെ, നിങ്ങളെ തന്നെയാ. അന്തൽ പ്രൗഢ വാനക ക്ഷവനക ധുരാ ജഗൽക്കല വൈഡവ അന്തൽ പ്രൗഢവരെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് ഉടകവ കുരുങ്ങിക്കിടക്കുന്ന ഒരു അനുഭവമാണ്. ഒരു കുരി കഴിക്കുമ്പോൾ മറുവശത്ത് കുരുക്ക് വീണ്ടും വീഴുന്നതായിട്ട്. അത്തൽ പ്രൗഢവ റഗൽക്കന റീസി റിവാനകം പ്രൗഢവൽ ശബലകരകടാതര ധൂരിവ റഗൽക്കല എന്നാ പരിശുദ്ധാത്മാവ് പറയുക, ഈ ദിവസങ്ങളിൽ എന്റെ പാദപീഠങ്ങളിൽ ഉടകവനായി ഇരിക്കുവാൻ മകളെ നീ തയ്യാറായ ഉടകവ. മറ്റാരും വരണ്ട. എന്നിലൂടെ ചില പ്രവർത്തികൾ നിന്റെ കുടുംബത്തിന്റെ അകത്തളങ്ങൾ വീഴാമോയ ശിഷ്യന്മാർക്ക് നൽകിയ നാവ് പോലെ മകളെ നിന്നെ ദൈവാത്മ ഉപയോഗിക്കാൻ പോയ പരിശുദ്ധാത്മാവ് സൗന്ദര്യം ഒരു വിഷയമല്ല. പരിശുദ്ധാത്മാവിന് നിന്റെ ജീവിത സാഹചര്യം വിഷയമല്ല, കുടുംബ പശ്ചാത്തലം വിഷയമല്ല. ദൈവാത്മാവ് ചിലത് കുടുംബത്തിന്റെ അകത്തളങ്ങൾ ചെയ്യേണ്ടതിന് മെനഞ്ഞെടുത്ത് കരയുന്ന കണ്ണുനീര് മറ്റുള്ളവർ കണ്ടില്ല എങ്കിലും മകളെ
പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ടിരിക്കുക. ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു പന്തം പോലെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് സാന്നിധ്യം ഇറങ്ങി കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവമായി ഇപ്പോൾ. എന്നാൽ ആ കരിന്തിരിയെ പരിശുദ്ധാത്മാവ് മാറ്റി ജ്വലിച്ച് പ്രകാശിക്കുന്ന നിലവാരത്തില് ദൈവിക പ്രവർത്തികൾ വെളിപ്പെടുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. റീബാനന്ദല എന്റെ മുമ്പിലുള്ള സമയം തീരുവാൻ സമയമായി. ഹല്ലേലൂയ. നമുക്ക് ഒരു അല്പസമയ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുക. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ചിലത് ചെയ്യണം. ഹല്ലേലൂയ. എസ്തറിന്റെ ജീവിതത്തില് ഹല്ലേലൂയ ഒരു വസ്തിക്ക് പകരം ദൈവം എസ്തറിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അത് ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു. ഹല്ലേലൂയ. യഹൂദന്മാരുടെ ഉദ്ധാരണത്തിനു വേണ്ടി ദൈവാത്മാവ് നേരത്തെ കണ്ടുവച്ചതാ എസ്തർ എന്നൊരു സ്ത്രീയെ. ഹല്ലേലൂയ. യഹൂദന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുമെന്നോ അവരുടെ ഉദ്ധാരണത്തിനു വേണ്ടി എസ്തറിനെ മുൻകൂട്ടി കണ്ടുവച്ചതുപോലെ ചിലരുടെ കാര്യങ്ങളുടെ ഹല്ലേലൂയ അവസ്ഥകൾ മാറുന്നതിന് വേണ്ടി എന്നെയും നിങ്ങളെ ദൈവാത്മാവ് ചിലർക്ക് നട്ടിരിക്കുകയാ. ദീപാറ തുരീകര ജഗേരവന ധൂരവാന ഹംദരാജ ഗൽക്കനാരവാരവ. ഇന്നത്തെ അനുഭവങ്ങൾ ഹല്ലേലൂയ വൈശാറവൽക്കല വൈഡ മാറുമെന്നേ. അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ എട്ടിലും വെണ്ണീറിലും ഇരുന്നിട്ട് ഹല്ലേലൂയ എസ്തർ രാജസനി ചെന്നപ്പോ അവൾക്ക് നേരെ ചെങ്കോൽ നീട്ടിയതുപോലെ ദീപൽ പ്രൗഢവ ഈ ദിവസങ്ങൾ യഥാർത്ഥമായി ദൈവിക പാദപീഠങ്ങളിൽ ഇരുന്നിട്ട് വിഷയമായി ദൈവസനി ചെല്ലുക. അല്ലെങ്കിൽ സഹോദരിമാരായ നമ്മൾ തയ്യാറാണെങ്കിൽ ചെങ്കോൽ നീട്ടുക. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ പോകുകയാ. അതുവരെ അഡ്രസ് ഇല്ലാത്ത ഇരുന്ന എസ്തറിന്റെ ജീവിതത്തിന് അഡ്രസ് നൽകിയതുപോലെ ആശ ഛത്തീസ്ഗഡ് പ്രിയ സഹോദരിയോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. എസ്തറിന്റെ ജീവിതത്തില് അവരുടെ അഡ്രസ് മാറിയതുപോലെ അന്തൽ പ്രൗഢവ പ്രിയ സഹോദരിയെ ജീവിതത്തിന്റെ മുമ്പിൽ ഇതുവരെ ആരും അറിയാതെ ഉറകര് പാറയുടെ മറവിലിരിക്കുന്നത് പോലെ മറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവ് ചില പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ജഗൽക്കല ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്ന ഉടകവന റിഗൽക്കല വൈശ്യവന സിയാറവ ചില യാത്രകൾ തുറന്നു നൽകി അന്തൽ പ്രൗഢവ റിഗൽക്കല വൈഡവ ചിലരോട് കർത്താവിന്റെ സ്നേഹം എന്തെന്ന് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ചില യാത്രകൾ ദൈവാത്മാവ് തന്ന് ചിലരെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് ആ സമയം ഉടകബ തക്കത്തിൽ വിനിയോഗിച്ചു കൊള്ളുവാന് പരിശുദ്ധാത്മാവ് ആലോചനയായി കൈമാറുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവ് ഈ ലോകത്ത് ജീവിക്കുക, ഈ കർത്താവ് കാലഘട്ടത്തിൽ ജീവിക്കുക ഒരു പുതിയ കൃപ, ഒരു പുത്തൻ അഭിഷേകം എന്റെ തലമുറയുടെ മേൽ പകരുമാറാകണമെന്ന് അന്തരാ ജഗൽക്കല എസ്തറിനെ പോലെ എന്നെ ആക്കി വച്ചിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി ധീരതയോടെ നിൽക്കുക. ഈ ദിവസങ്ങൾ ഉപവസിക്കുവാൻ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ സഹോദരിമാരായ നമ്മെ ദൈവം ബലപ്പെടുത്തുക. ആത്മാവിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മുമ്പിലുള്ള എല്ലാ അന്ധകാര മണ്ഡലങ്ങളും എല്ലാ തടസ്സങ്ങളും ജീവിതത്തിന്റെ അനുഭവം തന്നെ മാറി മറിയുന്ന നിലവാരത്തിൽ ചില ദൈവിക പ്രവർത്തികൾ ഓരോ കുടുംബത്തിന്റെ മേൽ കർത്താവ് പകരണം. ഹല്ലേലൂയ. കർത്താവേ നന്ദിയോടെ സ്തോത്രം. കർത്താവേ ഇന്ന് സഹോദരിമാരുടെ കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ ദൈവടിയെ ബലപ്പെടുത്തിനായ സ്തോത്രം. എസ്തറിന്റെ ജീവിതത്തെ പോലെ ആരും അറിയാതെ കിടന്ന എസ്തറിനെ തക്ക സമയമാവുമ്പോൾ യഹൂദന്മാരുടെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവാത്മാവ് ഉപയോഗിച്ചതുപോലെ ഈ ദിവസങ്ങൾ ആരും അറിയാതെ കിടക്കുന്ന ചിലതിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവാത്മാവ് അവരായിരിക്കുന്ന ഇടങ്ങളിൽ ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി അധികമായി ഫലം കായ്ക്കുന്ന നിലവാരത്തില് ഈ ദിവസങ്ങൾ ഈ ഗ്രൂപ്പ് വളർന്നു വരട്ടെ. കർത്താവ് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അനേകരെ കർത്താവ് തീയുന്ന വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുക. അനേകരെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നേടുക. ജീവന്റെ പുസ്തകത്തിന് ഹല്ലേലൂയ പേരെഴുതി കാണുവാണ്ടൊക്കെ വേണം.
പരിശുദ്ധാത്മാവ് അങ്ങ് പ്രിയ സഹോദരിമാരെ ഉപയോഗിക്കുമാറാകണം. പ്രത്യേകമായ കൃപ, പ്രത്യേകമായ കാഴ്ചപ്പാടുകൾ, പ്രത്യേകമായ ദർശനങ്ങൾ പ്രിയപ്പെട്ടവരുടെ മേൽ അങ്ങ് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം പരിശുദ്ധാത്മാവ് ഞങ്ങൾ വ്യക്തമായി ഇടപെട്ട കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. സമ്പൂർണമായി പൊന്നുകരങ്ങൾ താഴ് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവസ്ന പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.